മൂന്നാം ലോക മഹായുദ്ധം വരാനുള്ള 100% ചാൻസ് ഉണ്ട് കേട്ടോ. യുദ്ധത്തിനെ കുറിച്ചിട്ട് വല്ല പിടിയുണ്ടോ? ഇപ്പം ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് വല്ല ഇതുണ്ടോ? നിങ്ങളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോ? വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കടുത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ഭാഗ്യവന്മാരാണെന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ നമുക്കിവിടെ യാതൊരു കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിലുള്ള ജീവിതമാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുള്ള നാടുകളിൽ അങ്ങനെയല്ല. ഏത് നിമിഷം തലയ്ക്ക് ബോംബ് വീഴും, വീട് പൊളിഞ്ഞാടും, മിസൈൽ വീഴുമെന്ന് പറഞ്ഞിട്ടുള്ള പേടിച്ച് മരണത്തോട് കൂടിയിട്ട് ഏത് നിമിഷം നമ്മൾ മരിക്കുക എന്നുള്ള ആലോചിച്ചാണ് അവിടുത്തെ ആളുകളൊക്കെ ഇരിക്കുന്നത്. ഓരോ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത്. ഇത് വല്ല കാര്യം നിങ്ങൾക്ക് അറിയണുണ്ടോ? അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവിടെ അല്ല അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന്. അങ്ങനെയല്ല. ഇപ്പം കരയാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഏത് നിമിഷവും ഇറാൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സജ്ജരായി ഇരിക്കുകയാണ്. അത് ഒന്നും രണ്ടും മിലിറ്ററി ഒന്നും അല്ല കേട്ടോ, 50,000 ഏകദേശം 1,00,000-ൻ്റെ അടുത്ത് മിലിറ്ററിക്കാരായിട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അത് മാത്രമല്ല, അങ്ങനെ കയറി അവിടെ അടിക്കുക എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പ്ലാനിങ്ങിലാണ് അവർ ഇറാൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ അവരുടെ പ്ലാനിങ്ങൊക്കെ വർക്കൗട്ട് ആകുക എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇതേപോലൊന്നും ഇരിക്കാൻ പറ്റില്ല. അതേപോലെ അറേബ്യൻ കൺട്രി, ഗൾഫ് നാടുകളിൽ, അതേപോലെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഏകദേശം 1 കോടി ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ 40 ലക്ഷത്തിൻ്റെ മേലെ ആളുകളുണ്ട് ആ ഒരു ഭാഗത്ത്. അവർക്കൊക്കെ ബാധിപ്പ് വരും. എന്താ വെച്ചാൽ ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഇറാൻ്റെ അണുശേഖരങ്ങൾക്കില്ലേ, അത് അമേരിക്ക ബോംബിങ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ കുറച്ച് ലീക്കായിട്ടുണ്ട് പറയുന്നുണ്ട്, കുറേ ആളുകൾ കുറച്ച് ലീക്കായിട്ടില്ല, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ നിരന്തരം ആ അണുശേഖരങ്ങൾക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ മലയാളികൾക്കും അതേപോലെ ഇന്ത്യക്കാർ പോയ ആളുകൾക്ക് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ മൊത്തം ഏകദേശം ഒരു 10 നാടുകൾ എല്ലാം ഏകദേശം ഉപേക്ഷിച്ചിട്ട് മൊത്തം ആളില്ലാത്ത ഒരു മരുഭൂമി ആവേണ്ട ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വല്ല കാര്യം അറിയോ? ഈ യുദ്ധം നടക്കുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ സമാധാനത്തിൽ ഇരിക്കുന്നല്ല. പക്ഷേ മിഡിൽ ഈസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ഔട്ടാകുക എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും നമുക്ക് ഒരു സാധനം കിട്ടില്ല, പെട്രോൾ കിട്ടില്ല, ഗ്യാസ് കിട്ടില്ല, അതേപോലെ ഒരു സാധനങ്ങളും വരില്ല. നമ്മൾ ഭയങ്കര പട്ടിണിയിൽ, പ്രതിസന്ധി, പൈസ ഇല്ലാതെ നമ്മൾ പോലെ കപ്പൽ വരാണ്ടായിട്ടൊക്കെ ആയിട്ട് നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാതാവും. ഈ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസും കൂടിയിട്ടുണ്ട്. അവിടെ കരയാക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് റഷ്യയും ചൈനയും കൂടി ഇറാൻ്റെ കൂടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധം വരാനുള്ള 100% ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാം ലോക മഹായുദ്ധം വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആലോചിച്ചിരിക്കോ, വരാതിരിക്കട്ടെ. പക്ഷെ വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ, മക്കൾ, കുടുംബമായിട്ട് നമ്മൾ ഈ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, അതൊക്കെ താറുമാറായി പോകുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനി മൂന്നാം ലോക മഹായുദ്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ലാസ്റ്റ് അണുആയുധം കൊണ്ട്, ന്യൂക്ലിയർ ബോംബ് കൊണ്ട് തന്നെയാണ് അത് അവസാനിക്കുകയുള്ളൂ. ആരും വിട്ടുകൊടുക്കില്ല. ലാസ്റ്റ് ഘട്ടത്തിൽ അത് അവർ ആ ഒരു ന്യൂക്ലിയർ പ്രയോഗിച്ച് തന്നെ എല്ലാവരും വിട്ടുകൊടുക്കുകയുള്ളൂ.